കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയാൽ എങ്ങനെയിരിക്കും എന്നൊരു ചോദ്യമില്ലേ? ഇന്ന് അതുപോലെ എനിക്കൊരു പൂമാല കിട്ടിയിട്ടുണ്ട്. വേറൊന്നുമല്ല, ഒരു കിക്ക് സ്കൂട്ടർ. ഇത് വെച്ചുകൊണ്ട് ഇങ്ങനെയല്ല, ഇങ്ങനെ വേണം പോവാനായിട്ട്. ഇതിനായിട്ട് ഇവിടെ പ്രത്യേകം പ്ലേസ് ഉണ്ട്. അതാട്ടോ ഇത്. ഇവിടെ പിള്ളേർ, കുഞ്ഞു പിള്ളേരൊക്കെ കാണിക്കുന്നത് കണ്ടിട്ട് എൻ്റെ പൊന്നോ, എന്തെടുക്കണമെന്ന് അറിയാൻ പാടില്ല. ജാലിക്കൂട്ടനും അവിടെ എല്ലാ സാധനമൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. അവളും കളത്തിലോട്ട് ഇറങ്ങി. ഒരെണ്ണമായിട്ട് ഞാനും ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ എനിക്കിതൊക്കെ കണ്ടിട്ട് ഇവർ എന്തുവാണ് ഈ കാണിക്കണമെന്നായിപ്പോയി. എനിക്കാണ് ഒരു ഭാഗം മനസ്സിലാവണില്ല. ഇവന്മാരിത് എങ്ങനെ ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് കയറ്റുന്നത്? നല്ല ഹൈറ്റുള്ളതിൻ്റെ മണ്ടയിലോട്ടാണ് ഇവന്മാർ നല്ല ഈസി ആയിട്ട് കയറി പോകുന്നത്. അത് നല്ല കുഞ്ഞി പിള്ളേർ. ചിലതൊന്നും ഹെൽമറ്റും സാധനങ്ങളും ഒരു സേഫ്റ്റി ആയിട്ടില്ലാതെ ഭയങ്കര കോൺഫിഡൻറ്റോടെ ആട്ടോ അതൊക്കെ ചെയ്യുന്നത്. നമ്മൾ വന്നത് കാരണം അവർക്ക് ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ അവരുടെ ഒപ്പം അതിൻ്റെ മണ്ടക്കോട്ട് കയറില്ല. നമ്മൾ ഈ ഇടക്ക് കൂടെ നോർമലായിട്ട് കിടക്കുന്ന സ്ഥലത്തുകൂടെയാണ് ഞാനും അവളും ഓടിച്ചോടിച്ച് നടക്കുന്നത്. അത് കാരണം അവർക്ക് ആ ഒരു സ്പീഡിൽ വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നമ്മൾ നിൽക്കുന്നത് കാരണം. പക്ഷെ നമ്മളത് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരിത് എങ്ങനെയാണ് കാണിക്കുന്നത് അറിയാൻ വേണ്ടി. ഓരോരുത്തരന്മാർ സൈക്കിൾ വരെ ചവിട്ടി അതിൻ്റെ മണ്ടക്കോട്ട് കയറ്റുന്നുണ്ട്. ഞാൻ ആകെ കുറച്ച് നേരം കൊണ്ടാണ് അതൊന്ന് എങ്ങനെയാണ് ഒരു കാലുകൊണ്ട് തള്ളി നീക്കണമെന്നെങ്കിലും നോക്കിയത്. ഒരു കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടിയിട്ട് വേണം മറ്റേ കാലിൽ നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. എത്രയൊക്കെ നോക്കിയിട്ട് അതിൻ്റെ മണ്ടയ്ക്കോട്ട് കയറാൻ പറ്റുന്നുണ്ടല്ലോ. അതിൻ്റെ ഇടയ്ക്ക് നല്ലല്ല ഒരു ചെറുതായിട്ടൊരു മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഇതൊന്ന് നോക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് നേരമൊക്കെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു മണിക്കൂറോളം ട്രൈ ചെയ്തെന്ന് തോന്നുന്നു. അവിടെ കിടന്നിട്ട് വട്ടം കറങ്ങി. പക്ഷെ എന്നിട്ട് ഞാൻ അതിൻ്റെ തൊള്ളി പോലും മുകളിലോട്ടൊന്നും കൊണ്ടുപോയില്ല കേട്ടോ. വെറുതെ റിസ്ക് എടുക്കണ്ട, അവിടെ അങ്ങനെ അടച്ചും തല്ലി വീണാലോ എന്ന് കരുതി. കാരണം നമ്മൾ വിചാരിക്കണ പോലെ ഒരു സ്പീഡിൽ അത് പോകണില്ല. എനിക്ക് ആ ഒരു ചെറുതിൻ്റെ മുകളിലോട്ട് പോലും ഡയറക്റ്റ് ഓടിച്ചു കയറ്റാൻ പറ്റുന്നില്ല. പകുതി ആകുമ്പോഴേക്ക് നിന്ന് പോകുന്നു. അതങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നില്ല, ഉടക്കി നിൽക്കണ പോലെ നിൽക്കുക, പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചൊക്കെ അങ്ങോട്ട് ചെന്നപ്പോൾ എനിക്ക് കാല് വെച്ച് ജസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ പെട്ടെന്ന് നിന്ന് പോകാതെ ജസ്റ്റ് കുത്തിയിട്ട് കയറ്റാനെങ്കിലും പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ നന്നായിട്ട് ഇതുപോലെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. നമ്മുടെ ഈ കോലം കെട്ട് കണ്ടിട്ട് അവരും ആ പിള്ളേരും എല്ലാം ഇങ്ങനെ നോക്കി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളതൊന്നും ശ്രദ്ധിച്ചില്ല. അതേപടി ഒന്ന് ചെയ്യാനൊക്കെ കുറേ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവസാനം വരെ നോക്കിയിട്ട് എനിക്ക് പറ്റില്ല കേട്ടോ. പിന്നെ ഇനി എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് കരുതിയിട്ട് നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. സ്ട്രെയിറ്റ് റോഡേ കൂടെ ഇങ്ങനെ പോകാനായിട്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് പോകാനായിട്ട്. നീട്ടി അങ്ങ് വിട്ടാൽ മതിയല്ലോ. പക്ഷെ വെള്ളോട്ടൊന്നുള്ള കയറ്റങ്ങളൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.